എളിമയുടെ പൂർണ്ണതയായ സ്നാപകനിലൂടെ ക്രിസ്തുവിനെ നോക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. സ്നാപക യോഹന്നാന്റെ ഏറ്റുപറച്ചിൽ. 5 തലങ്ങളിൽ നമുക്ക് ഈ ധ്യാനം ക്രമപ്പെടുത്താം. സ്നാപക യോഹന്നാന്റെ ഫരിസേയരോടുള്ള സംഭാഷണം. യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രധാന പ്രമേയം കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നുവെന്നും യേശു ദൈവമാണെന്ന പ്രഖ്യാപനവുമാണ്. യഹൂദർ എന്ന പേരിൽ യോഹന്നാൻ സുവിശേഷത്തിൽ എടുത്ത് പറഞ്ഞുകൊണ്ട് വിവരിക്കുന്ന ഭാഗമാണിത്. ഒന്നാമതായി, ക്രിസ്തുവാണെന്ന വാദത്തെ നഖശിതാന്തം എതിർക്കുന്ന സ്നാപകൻ. ക്രിസ്തുവിനെ അറിയാമായിരുന്ന സ്നാപക യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ക്രിസ്തുവല്ല, ക്രിസ്തു എന്നിലും ഞാൻ അല്ലാതെയും ആകുന്ന ആഴമാണ് സ്നാപകനിൽ ഉണ്ടായത്. വില്യം ബാർക്ലെ എന്ന ചിന്തകൻ പറയും, ഞാൻ മിശിഹ അല്ലെന്ന് സ്നാപകന് പറയാൻ സാധിക്കണമെങ്കിൽ ക്രിസ്തു ഇവിടെ ഉണ്ടെന്ന ബോധ്യം അവന് ഉണ്ടായിരിക്കണം എന്നാണ്. 2, സ്നാപകൻ ഏറ്റുപറയുന്നു, പക്ഷേ തള്ളിപ്പറയുന്നില്ല. ക്രിസ്തുവിനെ ഏറ്റുപറയുകയെന്നാൽ എന്നെ തള്ളിപ്പറയുന്നതാണ്. ക്രിസ്തുവിനെ ഞാൻ ബഹുമാനിക്കുന്നതാണ്. ഞാൻ ബഹുമാനിക്കപ്പെടുവാനല്ല, ദൈവത്തിന് ബഹുമാനം നൽകാൻ ഞാൻ ഇല്ലാതെയായി തീരുന്നതാണ് സ്നാപക സാക്ഷ്യം. 3, താൻ ആയിരിക്കുന്നതിലും അധികം ആഗ്രഹിക്കാത്ത സ്നാപകൻ. താൻ എന്തായിരിക്കുന്നു എന്നതിൽ അധികമായി അല്പം പോലും ആഗ്രഹിക്കാത്ത സ്നാപകൻ, അഥവാ അതിൽ നിന്നും താഴേക്കിറങ്ങുവാൻ ആഗ്രഹിക്കുന്നവൻ. ദൈവം എനിക്ക് നൽകിയ മഹത്വത്തിനപ്പുറം ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ദൈവത്തിന് മഹത്വം നൽകുവാൻ വേണ്ടിയാണ് ഞാനുള്ളത് എന്ന തിരിച്ചറിവാണ് സ്നാപകൻ്റേത്. AD 250 ക്ലമന്റൈൻ റെക്കഗ്നേഷൻസ് എന്ന ഒരു എഴുത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: സ്നാപകൻ്റെ ചില ശിഷ്യന്മാർ സ്നാപകനാണ് ക്രിസ്തു എന്ന് വാദിച്ചിരുന്നു എന്ന്. 4, നീ ഏലിയ ആണോ? മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പറയും, ഏലിയ വന്ന് സർവ്വതും പുനഃസ്ഥാപിക്കും എന്ന്. മത്തായിയുടെ സുവിശേഷത്തിലും മാർക്കോസിന്റെ സുവിശേഷത്തിലും ക്രിസ്തുനാഥൻ സ്നാപകനെ ഏലിയയായി തന്നെ ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ സ്നാപകൻ ഫരിസേയരോട് താൻ ഏലിയ അല്ല എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്നാപകൻ പറയും, ഞാൻ പ്രവാചകനും അല്ല. സ്നാപകൻ തൻ്റെ വ്യക്തിത്വത്തെ എളിമപ്പെടുത്തി ദൈവനിയോഗത്തെ ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ഇവിടെ. അതാണ് ഈ തിരസ്കരണത്തിൻ്റെ കാരണം. നീ പ്രവാചകനാണോ എന്ന ചോദ്യം അതിന് നിദാനമായി നിൽക്കുന്നത് നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ഉം 19-ഉം വാക്യങ്ങളാണ്. തക്ക സമയത്ത് മറ്റൊരു പ്രവാചകൻ കടന്നു വരുമെന്ന് അവിടെ പറയുന്നുണ്ട്. സ്നാപകൻ ദൗത്യങ്ങളെ ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് താനെന്ന വ്യക്തിയെ ക്രിസ്തുവിന് താഴേക്ക് എളിമപ്പെടുത്തുകയാണ്. 5, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരം. ഇതാ രാജാവ് വരുന്നു, കഴുകി ശുദ്ധിയായി അവന് വേണ്ടി ഒരുങ്ങുവാൻ എന്നതാണ് സ്നാപകന്റെ സന്ദേശം. ഫരിസേയർ സ്നാപകനെയും ക്രിസ്തുവിനെയും അറിയുവാൻ ആഗ്രഹിച്ചു, പക്ഷേ കണ്ടെത്തുവാൻ ആഗ്രഹിച്ചില്ല. ബുദ്ധി കൊണ്ട് അന്വേഷിക്കുന്നു, ഹൃദയം കൊണ്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ യഹൂദർ സ്നാനം നൽകിയിരുന്നു. അത് വിജാതീയരായവർ ശുദ്ധരാക്കപ്പെട്ട് യഹൂദർ ആകുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ സ്നാപകൻ യഹൂദരെ സ്നാനപ്പെടുത്തി അവർ ശുദ്ധരാക്കപ്പെട്ട് ക്രിസ്തുവിനായി ഒരുങ്ങുവാൻ വേണ്ടിയായിരുന്നു. യഹൂദർ റബ്ബിമാരുടെ ശിഷ്യർക്ക് നൽകുന്ന ഏറ്റവും തരംതാണ സേവനമായിരുന്നു ചെരുപ്പ് അഴിക്കുക എന്നത്. ഒരടിമ ചെയ്യുന്ന വേലയാണ് അത്. സ്നാപകൻ പറഞ്ഞു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. സ്നാപകൻ എളിമപ്പെട്ടത് ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക്
ഉള്ളോളം ആണ് എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം അവൻ ക്രിസ്തുവിനായി മരിച്ച് എളിമപ്പെടുവാൻ മനസ്സാണെന്ന് ഏറ്റുപറയുന്നതിന് തുല്യമായിരുന്നു അത്. അതുതന്നെയാണല്ലോ സ്നാപകൻ്റെ ജീവിത സാക്ഷ്യവും. പ്രിയരെ, നമുക്ക് ക്രിസ്തുവിനെ നമ്മുടെ ഭവനത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും കേന്ദ്രമാക്കാം. ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നതെന്ന ബോധ്യത്തിൽ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. Precious